നമസ്കാരം. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിലേക്ക്. എല്ലാ ഷട്ടറുകളും അടച്ചു. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെ തുറന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേയിലെ എല്ലാ ഷട്ടറുകളും അടച്ചു. ജലനിരപ്പ് 136 അടിയിലേക്ക് താഴ്ന്നതോടെയാണ് തമിഴ്നാടിന്റെ നടപടി. ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തിയതോടെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേയിലെ ഷട്ടറുകൾ തുറന്നത്. 13 സ്പിൽവേ ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതമാണ് ആദ്യം ഉയർത്തിയത്. സെക്കൻഡിൽ 175.50 കനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കിവിട്ടിരുന്നു. IT വിദ്യാർത്ഥിയെ കാണാതായെന്ന് പരാതി. അന്വേഷണം ആരംഭിച്ച് പറമ്പിക്കുളം പോലീസ്. പറമ്പിക്കുളത്ത് നിന്നും IT വിദ്യാർത്ഥിയെ കാണാതായതായി പരാതി. 2 ദിവസമായി വിദ്യാർത്ഥിയെ കാണുന്നില്ല എന്നാണ് പരാതി. പറമ്പിക്കുളം എർത്ത് ഡാം ഉന്നതിയിലെ അശ്വിനിയാണ് കാണാതായത്. രേഖകൾ പുതുക്കുന്നതിനായി പറമ്പിക്കുളം ടൈഗർ ഹാളിൽ ക്യാമ്പ് നടന്നിരുന്നു. ചില രേഖകൾ എടുക്കാൻ 3 കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ പോയതാണ് അശ്വിൻ. തുടർന്ന് തിരികെ വന്നില്ല. കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പറമ്പിക്കുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പന്നിത്തടത്ത് KSRTC ബസും മീൻ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് വൻ അപകടം. ബസ് ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 12ഓളം പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് അപകടമുണ്ടായത്. കോഴിക്കോട് നിന്നും കുമളിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസും കുന്നംകുളത്ത് നിന്ന് വരികയായിരുന്ന മീൻ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. കൂട്ടിയിടിച്ച വാഹനങ്ങൾ ഇടിച്ചു കയറി 2 കടകളും തകർന്നിട്ടുണ്ട്. ബസ്സിലെ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ മുഴുവൻ ആളുകളെയും കുന്നംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് ഡ്രൈവറുടെ നില ഗുരുതരമാണ്. അപകടത്തിൽ KSRTC ബസിന്റെയും മീൻ ലോറിയുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. നേവി ഓഫീസറിൽ നിന്ന് 1.5 കോടി രൂപ തട്ടി 27കാരൻ പിടിയിൽ. വിരമിച്ച നേവി ഓഫീസറിൽ നിന്ന് 1.5 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ 27കാരൻ കോഴിക്കോട് പിടിയിൽ. ഓൺലൈൻ ട്രേഡിംഗിലൂടെ 1.5 കോടി രൂപ തട്ടിയ കേസിലാണ് കണ്ണൂർ സ്വദേശി മുഹമ്മദ് ഷെബീബ് കോഴിക്കോട് സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായത്. ഡിസ്കൗണ്ട് റേറ്റിൽ ഷെയർ വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. സൂംബയ്ക്കെതിരായ പോസ്റ്റ്. അധ്യാപകനും വിസ്ഡം നേതാവുമായി TK അഷ്റഫിന് സസ്പെൻഷൻ. സ്കൂളുകൾ നടപ്പാക്കുന്ന സൂംബയ്ക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട അധ്യാപകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയുമായ TK അഷ്റഫിനെ സസ്പെൻഡ് ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പിനെ അപകീർത്തിപ്പെടുത്തുന്ന വിധം ഫേസ്ബുക്ക് പോസ്റ്റിട്ടതിന് TK അഷ്റഫിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയിരുന്നു. പിന്നാലെയാണ് നടപടി. ഇതിനെ തുടർന്നാണ് അച്ചടക്ക നടപടിയെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. TK അഷ്റഫിനെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ മാനേജ്മെന്റ് പാലക്കാട് ഉപഡയറക്ടർക്ക് കത്ത് നൽകി. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. ദേഹ അസ്വാസ്ഥ്യത്തെ തുടർന്ന് മന്ത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് രാവിലെ 11 മണിയോടെ കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ തലയോലപ്പറമ്പ് സ്വദേശി മേപ്പോത്തുകുന്ന് ബിന്ദു മരിച്ചതിന് പിന്നാലെ സർക്കാരിനും ആരോഗ്യവകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനം ഉയരുകയാണ്. മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡിന്റെ ശുചിമുറികളുള്ള ഭാഗത്തെ കൈവരികളും ചുമരുമാണ് വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിനടിയിലുണ്ടായിരുന്ന 2 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും ബിന്ദുവിനെ 2.5 മണിക്കൂർ കഴിഞ്ഞാണ് പുറത്തെടുത്തത്. മുമ്പ് ഓർത്തോപീഡിക് സർജറി വിഭാഗം പ്രവർത്തിച്ചിരുന്ന 3 നില കെട്ടിടം കാലപ്പഴക്കത്തെ തുടർന്ന് അടച്ചിരുന്നതാണെന്നാണ് സൂപ്രണ്ടിന്റെ പ്രതികരണം. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നു. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ആരോഗ്യമന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെച്ച് പുറത്തു പോകണമെന്നും VD സതീശൻ തുറന്നടിച്ചു. ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണെന്നും രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് മന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി എന്തടിസ്ഥാനത്തിലാണ് തകർന്ന കെട്ടിടത്തിൽ ആരുമില്ലെന്ന് പറഞ്ഞതെന്ന് VD സതീശൻ ചോദിച്ചു. ഉദ്യോഗസ്ഥർ പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങുകയായിരുന്നു. രക്ഷാപ്രവർത്തനം നടന്നില്ല എന്നത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. രക്ഷാപ്രവർത്തനം നടക്കാത്തതിന് കാരണം ആരോഗ്യമന്ത്രിയാണെന്നും മരണത്തിന്റെ ഉത്തരവാദിത്തം മന്ത്രി ഏറ്റെടുക്കണമെന്നും കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായത് ഗുരുതരമായ അനാസ്ഥയാണെന്നും VD സതീശൻ വിമർശിച്ചു. തകർന്നു വീണ കെട്ടിടം ഉപയോഗിക്കുന്നില്ലെന്നാണ് സ്ഥലത്തെത്തിയ മന്ത്രി VN വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞത്. എന്നാൽ ഈ കെട്ടിടത്തിലെ ശുചിമുറി ആശുപത്രിയിലെത്തുന്നവർ ഉപയോഗിച്ചിരുന്നുവെന്നാണ് രോഗികൾ പറയുന്നത്. അപകട സമയത്ത് കെട്ടിടത്തിൽ നിന്ന് രോഗികൾ പരിഭ്രാന്തരായി ഓടിയെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. തുടക്കത്തിൽ ആരും കെട്ടിടത്തിനടിയിൽ കുടുങ്ങിയിട്ടില്ല എന്നായിരുന്നു കരുതിയത്. എന്നാൽ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിനെ കാണാനില്ലെന്ന് ഭർത്താവ് പറഞ്ഞതോടെ തെരച്ചിൽ നടത്തുകയായിരുന്നു. 2.5 മണിക്കൂറോളം കുടുങ്ങിക്കിടന്നതിന് ശേഷമാണ് ബിന്ദുവിനെ പുറത്തെടുത്തത്. അഗ്നിരക്ഷാസേനയും പോലീസും നടത്തിയ പരിശോധനയിലാണ് കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടന്ന സ്ത്രീയെ പുറത്തെടുത്തത്. ഇതിന് പിന്നാലെയാണ് രക്ഷാപ്രവർത്തനം വൈകിയെന്ന ആക്ഷേപം ഉയർന്നത്.
സംഭവത്തെ തുടർന്ന് അപകടസ്ഥലം സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ബിന്ദുവിന്റെ കുടുംബത്തെ മുഖ്യമന്ത്രി സന്ദർശിക്കും. അതേസമയം രക്ഷാപ്രവർത്തനം വൈകിയെന്ന് പറയുന്നത് ശരിയല്ലെന്നും JCB സ്ഥലത്തേക്ക് എത്തിക്കാൻ തടസ്സമുണ്ടായെന്നും സംഭവം നടന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ സ്ഥലത്തെത്തിയിരുന്നെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയെന്നും വീണ ജോർജ് അറിയിച്ചു. കാലപ്പഴക്കം കൊണ്ട് കെട്ടിടം ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് കണ്ട് കെട്ടിടം അടച്ചിരുന്നതാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ കെട്ടിടം ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അപകടം നടന്ന കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനെ തുടർന്നാണ് കൊട്ടാരക്കരയിൽ വെച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയത്. മന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ബാധയെന്ന് സംശയം. പാലക്കാട് നാട്ടുകൽ സ്വദേശിയായ 38-കാരിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക പരിശോധനയിൽ രോഗബാധ സ്ഥിരീകരിച്ചു. പൂനെ വൈറോളജി ലാബിലേക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ട്. ഭർത്തൃവീട്ടിൽ 22-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലം കിഴൂരിലാണ് സംഭവം. കിഴൂർ കല്ലുവെട്ടുകുഴി സുർജിത്തിന്റെ ഭാര്യ സ്നേഹയാണ് മരിച്ചത്. കിടപ്പുമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ അർദ്ധരാത്രി 12:15 സ്നേഹ അവസാനമായി വാട്സാപ്പിൽ ഓൺലൈനിലുണ്ടായിരുന്നത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് സ്നേഹയുടെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട്. നാളെ സംസ്ഥാന വ്യാപകമായി KSU വിദ്യാഭ്യാസ ബന്ദ്. KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രവർത്തകർക്ക് നേരെ നടത്തിയ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത്. സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ നിരവധി